ഒരുപാട് നാളത്തെ നമ്മുടെ കഷ്ടപ്പാടിന്റെ ഒരു ഫലം കാണാൻ പോകുന്ന മാസത്തിലേക്ക് എത്തി നിൽക്കുകയാണ് നമ്മളെല്ലാവരും. ഓഗസ്റ്റ് 1-ാം തീയതി മുതൽ അങ്ങോട്ട് ആ ഒരു ഓഗസ്റ്റ് അവസാനം വരെ HSA ഒരുപാട് സബ്ജക്റ്റുകൾ എക്സാം വരാൻ പോവുകയാണ്. എല്ലാത്തിനും നിങ്ങൾ വളരെ നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്തിട്ടും ഉണ്ടാവും. അപ്പം ഈ അവസാന ഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതും ചിലപ്പോൾ നമ്മൾ വിട്ടുപോകുന്നതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങൾ മനസ്സിൽ കണ്ട റാങ്ക് ഒന്നുകൂടി ഉറപ്പിക്കാൻ സാധിക്കും. അപ്പം അത് എന്തൊക്കെ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അതിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ തന്നെയാണ് നമ്മൾ ഈ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. HSA റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മൾ ഈ ചാനലിലൂടെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു പരിധി വരെ ഞാൻ വിചാരിച്ച അത്ര ഇല്ലെങ്കിൽ പോലും ഒരു പരിധി വരെയെങ്കിലും അതിൽ ഞാൻ വിജയിച്ചു എന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്. അപ്പൊ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പെട്ടെന്നൊന്ന് നോക്കാം. സോ ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണണം, മറന്നുപോകും അല്ലെങ്കിൽ വിട്ടുപോകരുത്. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ നമ്മുടെ ചാനലിനെ കുറിച്ചും വീഡിയോനെ കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യാൻ ശ്രദ്ധിക്കാം. വെൽക്കം ടു മൈ ചാനൽ ലേൺ വിത്ത് പ്രിയങ്ക. HSA എക്സാമിന് എഴുതാൻ പോകുന്ന ആളുകൾ ആദ്യം തന്നെ നോട്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഹാൾ ടിക്കറ്റ് ഒക്കെ പ്രിന്റ് എടുത്ത് വെക്കുക, പെൻ എടുത്ത് വെക്കുക, അതൊക്കെ നിങ്ങൾക്ക് അറിയാം. ID പ്രൂഫ് ഒക്കെ എടുത്ത് വെക്കുക, അതൊക്കെ നിങ്ങൾക്ക് അറിയാം. കുറേ എക്സാമുകളൊക്കെ എഴുതിയ വ്യക്തികളായിരിക്കും. അപ്പം ഇതിൽ ആദ്യത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നോർമൽ ഒരു അല്ലെങ്കിൽ PSC എക്സാം പോലെയല്ല. ഇത്തവണ ഏകദേശം എല്ലാ പരീക്ഷകളും തന്നെ 7 മണിക്കും 7:15 നടക്കുന്നത്. 7:15 എക്സാമുകൾ വരുന്നത്. അപ്പം 7:15 എന്ന് പറയുന്നത് വളരെ നേരത്തെ ഉള്ള ഒരു സമയമാണ്. അപ്പൊ ഹാൾ ടിക്കറ്റ് എടുത്തു വെക്കുമ്പോൾ തന്നെ നിങ്ങൾ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളുടെ സ്കൂൾ എവിടെയാണ്. പലരുടെയും സ്കൂൾ ഒരു റൂറൽ ഏരിയയിലൊക്കെ ആയിരിക്കും. ഈ ഒരു നേരത്തെ ആവുമ്പോൾ തന്നെ ബസ് സൗകര്യം ഉണ്ടോ എന്ന് നമുക്ക് അറിയില്ല. അതുപോലെ തന്നെ ഒരു ഓട്ടോ സർവീസ് ഒക്കെ അത്രയും നേരത്തെ ഉണ്ടാവുമോ എന്ന് അറിയില്ല. അപ്പൊ നിങ്ങൾക്ക് പരിചയക്കാരുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കോൺടാക്ട് നമ്പർ, സ്കൂളിലെ കോൺടാക്ട് നമ്പർ കിട്ടുവാണെങ്കിൽ നിങ്ങൾ വിളിച്ച് എന്താണ് സിറ്റുവേഷൻ, നിങ്ങൾക്ക് എത്ര മണിക്ക് അവിടെ റീച്ച് ചെയ്യണം, എങ്ങനെ എത്താൻ സാധിക്കും എന്നതൊക്കെ കൺഫേം ചെയ്ത് വെക്കുക. ഒരു ഉച്ചയ്ക്ക് എത്തുന്നത് പോലെ അല്ല. എന്താണ് ഇതൊക്കെ വലിയ കാര്യമാണോ എന്ന് ചിന്തിച്ചാൽ നമ്മുടെ ഒരുപാട് നാളത്തെ ഒരു കഠിന പ്രയത്നമാണ് നമ്മൾ ഈ ഒരു എക്സാമിൽ എത്തി നിൽക്കുന്നത്. അപ്പം അന്ന് എന്തെങ്കിലും ചെറിയൊരു കാര്യം കൊണ്ട് നമ്മൾ 1 മിനിറ്റ് 2 മിനിറ്റ് ലേറ്റ് ആയ ഉറപ്പാണ് നിങ്ങളെ അത് വല്ലാതെ അലട്ടുന്നൊരു കാര്യമായിട്ട് മാറും. ടെൻഷൻ ആവും, നമ്മുടെ ബ്രെയിൻ പ്രോപ്പറായി വർക്ക് ചെയ്യാതെ നമുക്ക് വളരെ ടെൻഷൻ അടിക്കുമ്പോൾ നമുക്ക് അറിയുന്ന കാര്യം പോലും ഓർത്തെടുക്കാൻ പറ്റില്ല, കൺഫ്യൂഷൻ ഉണ്ടാവാം. സോ അങ്ങനെ ഒരു വല്ലാത്തൊരു പാനിക് സിറ്റുവേഷനിലേക്കൊന്നും പോവാതിരിക്കാൻ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ സെന്ററിനെ കുറിച്ച് കൃത്യമായ ധാരണ വേണം. എത്ര സമയം യാത്ര ചെയ്യണം, ഇനി നേരത്തെ ബസ്സില്ലെങ്കിൽ തലേ ദിവസം തന്നെ പോയി നിൽക്കണമെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ ചെയ്യാം. വർക്കിംഗ് ഡേ ആയിരിക്കും. പലരും എഴുതുന്നതിൽ ഒരു ഭൂരിഭാഗം പേരും വീട്ടമ്മമാരോ അല്ലെങ്കിൽ വർക്കിംഗ് ലേഡീസ് ഒക്കെയാണ് അല്ലേ. അപ്പം അവര് കുട്ടികളുടെ കാര്യത്തിൽ കുട്ടികളെ സ്കൂളിൽ വിടേണ്ട സമയമായിരിക്കും, അല്ലെങ്കിൽ കുട്ടികളെ കറക്റ്റായിട്ട് ആരുടെയെങ്കിലും കേൾപ്പിക്കേണ്ട കാര്യം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ എല്ലാവരുടെയും മനസ്സിന് വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ അതിനൊക്കെ ആദ്യം തന്നെ നിങ്ങളൊരു തീരുമാനമാക്കി വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം നല്ല രീതിയിൽ എഴുതാൻ സാധിക്കുകയുള്ളൂ. ഇനി രണ്ടാമത്തെ കാര്യം, എക്സാം ഹാളിലേക്ക് എത്തിക്കഴിഞ്ഞു. നിങ്ങൾ എക്സാം ഹാളിലേക്ക് എത്തുമ്പോൾ നമുക്ക് അറിയാം നല്ല മഴയൊക്കെ ഉള്ള സമയമാണ്. 7:15 7:30 എന്നുള്ള സമയമാണ്. അപ്പൊ നമുക്കൊരു പ്രോപ്പർ വെന്റിലേഷൻ അല്ലെങ്കിൽ പ്രോപ്പർ പ്രകാശമൊക്കെ കിട്ടുന്ന സ്ഥലമാണ്. ഇനി അഥവാ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ തന്നെ അവിടുത്തെ ആ ഒരു സ്കൂൾ അതോറിറ്റിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഞങ്ങൾക്ക് കൃത്യമായിട്ടൊരു വെളിച്ചമില്ല, ഞങ്ങൾക്ക് എന്തെങ്കിലും ഫർദർ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്തു തരണം. പലപ്പോഴും നമ്മൾ ന്യൂസുകളിലൊക്കെ കാണാറുണ്ട് അല്ലെ, എക്സാം എഴുതി കഴിഞ്ഞിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. അപ്പം നിങ്ങൾ കാത്തിരുന്ന ഒരു പരീക്ഷയാണ്. അപ്പൊ അതിൽ ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടില്ലാതെ എഴുതാനുള്ള ഒരു അവസരം നിങ്ങൾ തന്നെ ഉണ്ടാക്കുക. ഇത് എൻ്റെ ഉത്തരവാദിത്തമാണോ, അത് സ്കൂളിന്റെ ഉത്തരവാദിത്തമാണോ, അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട. നിങ്ങൾക്ക് പ്രോപ്പറായി എക്സാം എഴുതാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ നിങ്ങൾക്കുണ്ടോ, അത് നിങ്ങൾ കൺഫേം ചെയ്യുക. ഓക്കെ, അപ്പൊ അത് അങ്ങനത്തെ കാര്യങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് എക്സാം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. എല്ലാവർക്കും അറിയാം 20 മാർക്ക് ജനറൽ പേപ്പറും 80 മാർക്ക് നിങ്ങളുടെ കോർ സബ്ജക്റ്റുമാണ്. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ 1.5 മണിക്കൂറാണ് നമുക്ക് എക്സാം എഴുതാനുള്ള സമയം. ഒരു വിത്തിൻ 1 മിനിറ്റ്, ഒരു മിനിറ്റ് സമയം കൊണ്ട് തന്നെ നിങ്ങൾ ആ 100 ചോദ്യങ്ങളും ഒരു പെട്ടെന്നൊന്ന് കണ്ണോടിച്ച് വായിച്ചു പോവുക. ആ വായിച്ചു പോകുമ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം അതിൽ ഏതൊക്കെ കാര്യങ്ങൾ എനിക്ക് ഒട്ടും ഇത് ഏതാ ക്വസ്റ്റ്യൻ എന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഇത് എനിക്ക് അറിയാം, ഇത് ഞാൻ നേരത്തെ PYQ ചെയ്തപ്പോൾ ചെയ്ത ക്വസ്റ്റ്യൻ ആണല്ലോ എന്നൊക്കെ ഓർക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാവും. അപ്പം
ഏതെങ്കിലും ഒരു ചിലപ്പോൾ നിങ്ങൾ വായിച്ചു പോയി നിങ്ങളുടെ സബ്ജക്റ്റിലേക്ക് കടക്കുമ്പോൾ 21ാമത്തെ ചോദ്യം തൊട്ട് 30ാമത്തെ ചോദ്യം വരെ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയില്ലായിരിക്കാം. കുഴപ്പമില്ല, എന്തിനാണ് നെഗറ്റീവ് അടിക്കാൻ വേണ്ടി ആ 10 ക്വസ്റ്റ്യനിൽ നിങ്ങൾ നിൽക്കുന്നത്? അടുത്ത ക്വസ്റ്റ്യൻ 39ാമത്തെ ചോദ്യം തൊട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് 100 ചോദ്യത്തിനിടയിൽ ഒരു നിങ്ങൾ പ്രതീക്ഷിക്കാത്ത അത്രയും ചോദ്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. അപ്പൊ നമുക്ക് എപ്പോഴും ഒരു സ്വഭാവം ഉണ്ട്, ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങൾ ബുദ്ധിമുട്ടായാൽ അയ്യോ എക്സാം പരിപാടി തീർന്നു, ഇനി എനിക്ക് കിട്ടില്ല എന്നൊക്കെ വിചാരിക്കും. നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ അതേ ക്വാളിഫിക്കേഷനുള്ള നിങ്ങളുടെ അതേപോലെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകളുമായിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് വളരെ ടഫായി തോന്നിയാൽ ഓൾമോസ്റ്റ് അങ്ങനെ തന്നെ ആവാം. അടുത്തൊരാളെ നോക്കിയിട്ട് ഓ അയാൾ ഇത്രയാ ബബിൾ ചെയ്തിരിക്കുന്നത്, ഞാനിനി കറുപ്പിച്ചേ വരൂ എന്നൊക്കെ ചിന്തിച്ചാൽ നമുക്ക് പണി കിട്ടും. നമുക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്യുക, മാക്സിമം നെഗറ്റീവ് മാർക്ക് കുറയ്ക്കുക. ഞാൻ മാക്സിമം ഒരു 3 ചോദ്യമേ തെറ്റിക്കുള്ളൂ, അതുകൊണ്ട് 1 മാർക്ക്. 3 ചോദ്യം തെറ്റിയാൽ തന്നെ നമുക്ക് അറിയാലേ ആ 3 ചോദ്യത്തിന് പ്ലസ് 1 മാർക്കും കൂടി പോകും. അത് തന്നെ വലിയൊരു നഷ്ടമാണ്. എങ്കിലും മനസ്സിൽ പറഞ്ഞ് മനസ്സിലാക്കുക, ഇത്രയും ചോദ്യങ്ങളെ ഞാൻ തെറ്റിക്കൂ, എനിക്ക് നെഗറ്റീവ് മാർക്ക് കുറയ്ക്കണം, എനിക്ക് ലിസ്റ്റിൽ കയറണം എന്നതൊക്കെ. അപ്പം അതിന് എന്ത് ചെയ്യണം? ഇനിയുള്ള സമയം ഉറക്കമൊഴിച്ച് പഠിക്കൊന്നും വേണ്ട, പഠിച്ചത് പ്രോപ്പർ റിവിഷൻ ചെയ്യാം. ഓക്കെ, പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്യാം. ഇനി ജനറൽ പേപ്പറിന്റെ ഭാഗം എഴുതുന്നവർ ശ്രദ്ധിക്കേണ്ടത് 20 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതിൽ ഏകദേശം 15 ക്വസ്റ്റ്യനും ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് മോഡലൊക്കെ കയറി വരുന്നുണ്ട്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് മോഡൽ ക്വസ്റ്റ്യൻ എഴുതേണ്ട വിധമൊക്കെ നമ്മൾ നമ്മുടെ വീഡിയോസിലൊക്കെ പറയുന്നതാണ്. ഒരു രീതിയിലും നിങ്ങൾ എ ഓപ്ഷൻ ബി ഓപ്ഷൻ അതിലോട്ട് പോവാതെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് വായിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഏതാണ് ശരി എന്നത് നിങ്ങൾ അവിടെ തന്നെ ഒന്ന് മാർക്ക് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ എലിമിനേഷൻ മെത്തേഡ് വെച്ചും നമ്മുടെ ഒരു നമ്മുടെ ഒരു ലോജിക്ക് വെച്ചൊക്കെ പല ഓപ്ഷൻസും നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാൻ സാധിക്കും. അങ്ങനെ തന്നെ ആൻസറിലേക്ക് എത്താൻ ശ്രദ്ധിക്കുക. ഇനി നിങ്ങളുടെ സ്വന്തം കോർ സബ്ജക്റ്റിലേക്ക് വരുന്ന സമയത്ത് സമയം കൃത്യമായി മാനേജ് ചെയ്യാം. ആവശ്യക്കാരന് ഔചിത്യമില്ല എന്ന് പറയുന്നത് പോലെ നമുക്ക് സമയം അറിയണമെങ്കിൽ ഇൻവിജിലേറ്ററോട് ചോദിക്കാം, എത്രയായി സമയം. അപ്പൊ ആ ഒരു സമയത്തെക്കുറിച്ച് കൃത്യമായ ധാരണ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. എങ്കിൽ മാത്രമാണ് നമുക്കൊരു ടെൻഷൻ ഫ്രീ ആയിട്ട് എക്സാം എഴുതാൻ സാധിക്കാം. ലാസ്റ്റ് നടന്ന 2022 നടന്ന HSA മാത്സ് ഞാൻ കുറേ വട്ടം പറഞ്ഞ എന്താണ്, അവർക്ക് 100 ചോദ്യങ്ങൾ വായിക്കാനുള്ള സമയം പോലും കിട്ടിയില്ലായിരുന്നു. ശരിക്കും അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത് തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷെ അങ്ങനെ സംഭവിച്ചു പോയില്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിലും ലിസ്റ്റിൽ കയറി ജോലിയിൽ പ്രവേശിച്ച ആളുകളുണ്ട്. അപ്പം കൃത്യമായിട്ട് ആ കാര്യങ്ങൾ, അതായത് ടൈം മാനേജ്മെന്റ് ചെയ്ത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. അറ്റ്ലീസ്റ്റ് 1 or 2 ഒരു മോഡൽ എക്സാമുകളെങ്കിലും നിങ്ങൾ OMR ഷീറ്റിൽ ചെയ്തിട്ട് മാത്രം പോകാൻ ശ്രദ്ധിക്കുക. കാരണം ബബിൾ ചെയ്യുന്നത് കറക്റ്റ് ആണോ, 1.5 മണിക്കൂറിൽ നിങ്ങൾക്ക് ഈ 100 ചോദ്യങ്ങളും ആൻസർ ചെയ്ത് നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് കൺഫേം ചെയ്യാൻ ശ്രദ്ധിക്കാം. ഓക്കെ, ഇനി എക്സാം എഴുതാൻ പോകുന്നു, പ്രത്യേകിച്ച് ഏജ് ബാർ ആവാൻ പോകുന്നു, അല്ലെങ്കിൽ ഇതിന്റെ ലാസ്റ്റ് HSA ആണെന്ന് വിചാരിക്കുന്നവരോട് ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ഈ ഒരു ഏജ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഫാക്ടറായിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. നല്ല രീതിയിൽ പെർഫോം ചെയ്താൽ, നെഗറ്റീവ് മാർക്ക് കുറച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാനും അതൊരു നിങ്ങൾക്കൊരു പ്ലസ് പോയിന്റ്. നമുക്ക് അറിയാം ഏജ് ബാർ, ആ ഒരു ഏജ് കൂടി ഒരു കാൽക്കുലേറ്റ് ചെയ്യും നമ്മുടെ റാങ്കിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പൊ പ്രിഫറൻസ്, അതായത് നിങ്ങളുടെ സെയിം മാർക്കുള്ള 2 വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങളെക്കാൾ ഇളയ പ്രായമുള്ള ആൾക്ക് എന്ത് ചെയ്യും, നെക്സ്റ്റ് ഘട്ടത്തിൽ ഒരു ചാൻസ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അവരെ നിങ്ങളുടെ പുറകിലേക്ക് കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഏജ് ബാറായി എന്നുള്ളത് നെഗറ്റീവായി എടുക്കാതെ വളരെ പോസിറ്റീവായിട്ട് തന്നെ എക്സാമിനെ അപ്രോച്ച് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഞാൻ പറയുന്നു നിങ്ങൾക്ക് പുറകോട്ട് പോകുന്ന റാങ്ക് തീർച്ചയായും മുന്നിലേക്ക് വരും. ഒരു കാര്യം കൂടി ഓർത്തു വെക്കുക, ഇതുവരെ HSA റാങ്ക് ലിസ്റ്റിൽ കയറിയവർ അല്ലെങ്കിൽ ജോലിയിൽ പ്രവേശിച്ചവരൊക്കെ വർഷങ്ങളായി പ്രിപ്പയർ ചെയ്തവരൊന്നും ആയിരിക്കില്ല. അത് നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് എടുത്തു നോക്കിയാൽ മനസ്സിലാവും. ആ 1.5 മണിക്കൂർ വളരെ സ്മാർട്ടായി വളരെ കൃത്യമായിട്ട് ആരാണ് ആ സമയവും ക്വസ്റ്റ്യൻ പേപ്പറും വിനിയോഗിക്കുന്നത്, അവർ തന്നെയാണ് HSA റാങ്ക് ലിസ്റ്റിൽ കയറി ജോലിയിൽ പ്രവേശിക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും മനസ്സിൽ, എന്താ പറയാ, വൺസ് ഇൻ എ ലൈഫ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും, അയ്യോ ഇവരൊക്കെ ജോലിയിൽ പ്രവേശിച്ചോ, പഠിക്കുന്ന കാലത്ത് എന്തായിരുന്നു, ഞാൻ ഇവരെക്കാൾ എത്രയോ മുന്നിലായിരുന്നു, എന്നിട്ട് അവർക്കൊക്കെ ജോലി കിട്ടി, ഞാൻ ഇപ്പോഴും ഇങ്ങനെ ഇരിക്കുവാണല്ലോ എന്ന്. അത്രയേ ഉള്ളൂ. അതായത് നമ്മുടെ ആ ഒരു 1.5 മണിക്കൂറാണ് നമ്മുടെ ഈ ഒരു ജോലിയിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. ആ 1.5 മണിക്കൂർ കൃത്യമായി വിനിയോഗിക്കുക. ടെൻഷൻ ആവരുത്. ടെൻഷൻ ആയാൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും മുന്നിലേക്ക് പോകാൻ പറ്റില്ല.
അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ ഡീവിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന പല കാര്യങ്ങളും ഉണ്ടാവും. ചിലപ്പോൾ അത് വീടിനകത്തായിരിക്കാം, അല്ലെങ്കിൽ വീടിന് പുറത്തായിരിക്കാം, അല്ലെ, സമൂഹം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ മനസ്സിനെ നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യും. അപ്പം അതൊന്നും കുറച്ച് ദിവസത്തേക്ക് നമ്മൾ അപ് ടു എക്സാം എഴുതി കഴിഞ്ഞ് പുറത്തിറങ്ങുന്നത് വരെയെങ്കിലും ചെവി കൊടുക്കാതിരിക്കാം. നല്ല കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക, നല്ല കാര്യങ്ങൾ ശ്രദ്ധിക്കുക, നല്ലത് മാത്രം ചിന്തിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് കേരളത്തിലെ ഒരു നല്ല സർക്കാർ സ്കൂളിൽ നല്ല അധ്യാപകനും അധ്യാപികയും ആകാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. പെട്ടെന്ന് കണക്ട് ചെയ്യാൻ എന്ത് സംശയം ഉണ്ടെങ്കിലും. താങ്ക്